നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരിക്കെ കാർ തീഗോളമായി മാറി, ആളപായമില്ല. ഓടിക്കൊണ്ടിരിക്കെ തീഗോളമായി മാറി കാർ. കണ്ണൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കെയാണ് കാറിന് തീപിടിച്ചത്. ഡ്രൈവറും കാഴ്ച പരിമിതിയുള്ള യാത്രക്കാരനും രക്ഷപ്പെട്ടു. താണ ട്രാഫിക് സിഗ്നലിന് സമീപമാണ് കാർ കത്തിയത്. ഫയർഫോഴ്സ് തീയണച്ചു. മുതിർന്ന നടി എ ശകുന്തള അന്തരിച്ചു. CID ശകുന്തള എന്നറിയപ്പെട്ടിരുന്ന നടി എ ശകുന്തള അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഒരു പശ്ചാത്തല നർത്തകിയായി സിനിമയിലേക്ക് ചുവടുവെച്ച ശകുന്തള തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായി 600-ലധികം സിനിമകളിൽ അഭിനയിച്ചു. നേതാജി, ഞാൻ വണങ്ങും ദൈവം, കൈകൊടുത്ത ദൈവം എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. കുപ്പിവള, നീലപ്പൊന്മാൻ, തച്ചോളി അമ്പു തുടങ്ങിയ ശകുന്തളയുടെ മലയാള ചിത്രങ്ങളാണ്. CID ശങ്കർ എന്ന സിനിമയിൽ ജയശങ്കറിനൊപ്പം നായികയായി അഭിനയിച്ചതിനു ശേഷമാണ് CID ശകുന്തള എന്ന പേര് വീണത്. കോഴിക്കോട് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു. തകരാർ പരിഹരിക്കാനായി എത്തിച്ച മൊബൈൽ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. മുക്കം കൊടിയത്തൂരിലെ ചാലിൽ മൊബൈൽ ഷോപ്പിൽ ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. കടയിലെ ജീവനക്കാരൻ ഫോൺ പരിശോധിക്കുന്നതിനിടെ പൊടുന്നനെ ഫോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബാറ്ററി കേടുവന്ന നിലയിലാണ് ഫോൺ കടയിൽ കൊണ്ടുവന്നതെന്ന് ജീവനക്കാരൻ പറഞ്ഞു. ഒരാഴ്ചയോളമായി ബാറ്ററിക്ക് തകരാർ കണ്ടിരുന്നെങ്കിലും ഉപയോഗിച്ചു വരികയായിരുന്നു. വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ഫോണാണ് പൊട്ടിത്തെറിച്ചത്. പരിശോധിക്കുന്നതിനായി കടയിലെ ജീവനക്കാരൻ ഫോൺ തുറന്നതിന് പിന്നാലെ തീപിടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇഷ്ടങ്ങളെല്ലാം നേടിയെടുക്കാൻ നഗ്നപൂജ. യുവതിയുടെ പരാതിയിൽ യുവാക്കൾ പിടിയിൽ. നഗ്നപൂജയ്ക്ക് യുവതിയെ നിർബന്ധിച്ചെന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. അടിവാരം മേലെ പൊട്ടിക്കയിൽ പ്രകാശൻ, അടിവാരം വാഴയിൽ വി ഷമീർ എന്നിവരാണ് താമരശ്ശേരി പോലീസിന്റെ പിടിയിലായത്. നഗ്നപൂജ ചെയ്താൽ ഇഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിനു ശേഷം യുവതിയെ നഗ്നപൂജ നടത്താൻ നിർബന്ധിക്കുകയായിരുന്നു. തുടർന്ന് യുവതിയുടെ പരാതിയിലാണ് ഇവർ അറസ്റ്റിലായത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ 18-ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ഓണക്കാലമായതിനാൽ സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. അതേസമയം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് തുടർച്ചയായ അവധിയിൽ ഒരു ദിവസം കൂടി ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവധി ലഭിച്ചിരിക്കുകയാണ്.